ഫസ്റ്റ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു പിട്ട്ല ഉണ്ടാക്കാം. പാവയ്ക്ക പിട്ട്ലയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം പിട്ട്ലപ്പൊടി ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഒരു തവയെടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മല്ലി, 5 വറ്റൽമുളക്, സാധാ വറ്റൽമുളകാണ്, ഇട്ട് കൊടുത്ത് വറക്കാം. അതൊന്ന് ചെറുതായിട്ട് ചൂട് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ചൂട് പിടിച്ചോട്ടെ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തോമരപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക പിട്ട്ല ഉണ്ടാക്കാനാണ്. ഇതൊന്ന് നിറം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കരിവേപ്പില ഞെട്ടിയിട്ട് കൊടുക്കാം. ഇത് നന്നായി വറുത്തെടുക്കാം. തേങ്ങ ഞാൻ പൂളിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്ന കേട്ടോ, ചിരവി എടുക്കുകയല്ല. സിമ്മിലിട്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഈ എലിനൊക്കെ വറക്കുന്നത് പോലെ ആവട്ടെ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ആ തവ തന്നെ അടുപ്പ് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന 200 ഗ്രാം പാവയ്ക്ക ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള വളരെ ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടി വരട്ടെ. പാവയ്ക്ക ഞാൻ ആദ്യം അരിയുന്നതിന് മുമ്പ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. ഇത് നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷില്ലേ, അതിന്റെ പുതിയതായിട്ട് പല്ല് തേച്ചതല്ല, പുതിയ ബ്രഷ് ഉണ്ട്. അതിന്റെ പുറമൊക്കെ ഉരച്ച് കഴുകിയിട്ട് അരിഞ്ഞതിന് ശേഷം വീണ്ടും 2 പ്രാവശ്യം കൂടെ കഴുകി എടുത്തിരിക്കണം. നമ്മൾ മേടിക്കുന്ന പാവയ്ക്കല്ലേ, പാവയ്ക്കല്ല ഏറ്റവും കൂടുതൽ വിഷമെന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാ. ഞാൻ ഈ പാവയ്ക്ക ഇത്ര അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഇതേ ഒരു കുക്കർ അടുപ്പ് ചെറുത്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ ഒരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ തുമരപ്പരിപ്പ് എടുത്തു. അത് അതിനകത്തോട്ട് ഇറക്കി വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തൂവത്തില്ലല്ലോ, ഇതവിടെ ഇരുന്ന് വേവട്ടെ. ഇത് 3 വിസിലടിക്കുമ്പോഴത്തേക്ക് അത് വേകും. പാവയ്ക്കയിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വേറെങ്കിൽ കറിക്കകത്ത് ചേർക്കാം. പാവയ്ക്ക നല്ലപോലെ മുരിയിച്ച് വറുത്ത് ഇവർ പൊടിച്ചിട്ടുണ്ടാക്കുന്നവരുണ്ട്, വാട്ടിയിട്ടുണ്ടാക്കുന്നവരുണ്ട്, വേവിച്ചുണ്ടാക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ചൊന്ന് വാട്ടിയെടുക്കുക. എന്നാൽ വെന്തതുമല്ല ഫ്രൈയല്ലാത്തൊരു ഇടയ്ക്ക് ആക്കിയെടുക്കുക. നമ്മുടെ തോര വെന്ത് 2 വിസിലടിച്ചു. അത്രയും മതി. നമ്മുടെ പാവയ്ക്ക റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും വറുത്താൽ മതി കേട്ടോ. ആണല്ലോ, ഇത്തിരി മൂത്തിട്ടില്ല, വേവിനേക്കാൾ കൂടുതലായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനൊരു ചെറിയ കൽച്ചട്ടി എടുത്ത് വെച്ചു. ഞാനൊരു നെല്ലിക്കേക്കാൾ കുറച്ചുകൂടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് പിഴിഞ്ഞ് വിലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ കൽച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കളയ്ക്കട്ടെ. അതിലൊരു പുളി വീണിട്ടുണ്ട്, ഞാനതൊന്ന് എടുത്ത് കളയട്ടെ. നമ്മുടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ വറുത്ത് വെച്ച പാവയ്ക്ക ഇടാം. അതൊന്ന് വേഗട്ടെ, അടച്ചു വെക്കാം. ഇച്ചിരി നേരം വെന്തതാ, ഓൾറെഡി വെന്തിരിക്കുക, എന്നാലും ഇച്ചിരി നേരം കൂടെ വെന്തോ. തിളച്ചട്ടി ആയതുകൊണ്ട് നല്ലപോലെ തിളച്ചോളും. വെള്ളം എളുപ്പം വറ്റിപ്പോകും. നമുക്ക് സിമ്മിലിടാം. കണ്ടോ, നമ്മൾ കുക്കറിൽ പാത്രത്തിൽ വെച്ച തോമര നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, തൂവിയിട്ടില്ല, കുക്കറിലായിട്ടില്ല. ഇതുപോലെ വെന്താൽ മതി, ഒത്തിരി വെന്ത് പോകണ്ട. സാമ്പാറിനൊക്കെ വേകുന്ന പോലെ ഒന്നും വേകണ്ട. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഇതിൽ പുളിയും ഉപ്പൊക്കെ പിടിക്കട്ടെ. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ അല്ലേ ഇട്ടുള്ളൂ, അത് പോരാതെ വരും. 1/2 ടീസ്പൂൺ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്കൊരു 4 മിനിറ്റ് കൂടെ വേവിക്കാം. ഇത് വെന്തിട്ടുണ്ട്, ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങയും മല്ലിയും ഉഴുന്നും തുമരയൊക്കെ കൂടെ പൊടിച്ചില്ലേ, അതിട്ട് കൊടുക്കാം. തരിതരിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത്. ഇത് ഒത്തിരി ചാറായിട്ടല്ല ഈ കറി ഇരിക്കുന്നത്, നമ്മൾ കൊഴുത്ത് അങ്ങനെ ഇരിക്കുന്നത്. അഥവാ ചാറ് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതി. ഞാനിപ്പോൾ അല്പം വെള്ളം കൂടെ ചേർക്കാൻ പോകും. അതിലെല്ലാം ഇതെല്ലാം പിടിക്കണമല്ലോ, അപ്പോഴത്തേക്ക് ഇത് വറ്റി കുറുകി വരും. അതാണ് പാവയ്ക്ക പിട്ട്ല. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ശർക്കര ചീവി വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം ഇച്ചിരി കൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ശർക്കര ഇടാം. നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഇതിന്റെ ഉമ്പുളി വെക്കുന്ന നോക്കട്ടെ. എല്ലാം കറക്റ്റ്. തിരുവിടുന്ന് വറ്റണം. ഇത്ര മതി. നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. കടുക് ഇട്ട് കൊടുക്കുക. ഇതിലൊരു പാവയ്ക്കയുടെ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല. പാവയ്ക്ക വറുത്ത പാത്രത്തിൽ തന്നെയാ കടുക് വറുക്കാൻ. 2-3 തണ്ട് കറിവേപ്പില ഇതിൽ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഇതിന് ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കുറുകി വരും. ഇങ്ങനെ നമ്മുടെ പാവയ്ക്കാപ്പിള്ള റെഡിയായി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് ഹോപ്പ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാം.